ദിവസവും 5 നേരം നിസ്കരിക്കുന്ന വിശ്വാസിയായ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്ര വലിയ കൊലപാതകിയായി മാറിയത്? 3 തവണ മരിക്കാൻ ശ്രമം നടത്തിയ അഫാൻ മരണത്തെയും കൊലപാതകത്തെയും ഒട്ടും പേടിച്ചിരുന്നില്ല എന്നതാണ് അയൽക്കാർ പറയുന്നത്. ക്ഷമയുള്ളവൻ, ഭക്തൻ എന്നെല്ലാമാണ് അഫാൻ എന്ന അറബ് വാക്കിന്റെ അർത്ഥം. പക്ഷേ ആ പേരെന്ന് കേൾക്കുമ്പോൾ ഏവരും ഞെട്ടുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ അതിക്രൂര കൂട്ടക്കൊലപാതകത്തിലെ പ്രതിയായ 23 വയസ്സുകാരൻ അഫാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ബുള്ളറ്റ് വാങ്ങി കൊടുക്കാത്തതിന്റെ പേരിൽ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിക്കാൻ ശ്രമിച്ചിരുന്നു. മറ്റൊരിക്കൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇതൊക്കെ തന്നെ അയൽവാസികൾ പറയുമ്പോൾ അഫാൻ എങ്ങനെയുള്ളവനെന്ന് വ്യക്തമാവുകയാണ്. കടക്കണി കാരണം പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ബന്ധുക്കളടക്കം വ്യക്തമാക്കുകയാണ്. ആഡംബരഭ്രമം കടക്കണി വർദ്ധിപ്പിച്ചിട്ടും നിർത്താൻ തയ്യാറായില്ല. ബുള്ളറ്റ് വിറ്റാണ് ഹിമാലയ ബൈക്ക് വാങ്ങിയത്. അടുത്തിടെ ഐഫോൺ അടക്കം വാങ്ങിയിരുന്നു. ഇതെല്ലാം കടം വാങ്ങിയാണ് സ്വന്തമാക്കിയത്. കടക്കാർ നിരന്തരം ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്കൊരുമിച്ച് മരിക്കാമെന്ന് ഷെമി മക്കളോട് പറയാറുണ്ടായിരുന്നു എന്ന സൂചനകളും പുറത്തുവരികയാണ്. അതായത് ദിവസവും 5 നേരം നിസ്കരിക്കുന്ന വിശ്വാസിയായ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്ര വലിയ കൊലപാതകിയായെന്നത് ബന്ധുക്കളെ പോലും ഞെട്ടിക്കുന്നു. കുടുംബത്തിലെ 4 പേരെയും പ്രണയിനിയെയും അഫാൻ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ എന്ന് തന്നെ പോലീസും പറയുകയാണ്. 6 മണിക്കൂറിൽ 5 കൊലപാതകങ്ങൾ. ഫെബ്രുവരി 24 രാവിലെ 10-നും വൈകിട്ട് 4:30-ക്കും ഇടയിൽ അഫാൻ 5 പേരെ ജീവൻ എടുത്തിട്ടും വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഇതെല്ലാം തന്നെ പുറം ലോകം അറിയുന്നത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ അഫാൻ തന്നെയാണ് ഈ കൂട്ടക്കൊലയെപ്പറ്റി വെളിപ്പെടുത്തിയത്. വാശി കാണിക്കുന്ന സ്വഭാവക്കാരനാണ് അഫാൻ എന്നാണ് പോലീസ് പറയുന്നത്. 8 വർഷം മുമ്പ് തന്നെ അച്ഛനമ്മമാർ സ്നേഹിക്കുന്നില്ല എന്നാരോപിച്ച് അഫാൻ വീട്ടിൽ വെച്ച് മരിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം വീട്ടുകാർ അഫാന് ചോദിക്കുന്നതെന്തും വാങ്ങി നൽകിയിരുന്നുവെന്നും ബന്ധുക്കൾ പറയുകയാണ്. അഫാൻ പറഞ്ഞതനുസരിച്ചാണ് വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാറ് വാങ്ങുന്നത്. പുതിയ മൊബൈൽ ഫോണുകളോടും ബൈക്കുകളോടുമായിരുന്നു കമ്പം കൂടുതൽ. കോവിഡിന് മുമ്പ് ഒരു അച്ഛൻ അബ്ദുറഹീമിന്റെ ബിസിനസ് നല്ല നിലയിൽ നടന്നു പോയിരുന്നു. ആ സമയത്തൊക്കെ ആഡംബര ജീവിതമായിരുന്നു അഫാന്റേത്. കുടുംബത്തിന് കടബാധ്യതയായതോടെ എല്ലാം തകിടം മറിഞ്ഞു. അമ്മയ്ക്ക് അർബുദം കൂടി ബാധിച്ചതോടെ അഫാൻ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് വിവരങ്ങൾ. 7 വർഷമായി നാട്ടിൽ വരാൻ പോലും കഴിയാത്ത സാമ്പത്തിക ബാധ്യതയായിരുന്നു അബ്ദുറഹീമിൻ്റെത്. പ്രതിമാസം പണം പോലും അയക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതോടെ ജീവിതമാകെ താളം തെറ്റി. പണയം വെച്ചും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയുമാണ് കുടുംബം മുന്നോട്ട് പോയത്. ഇതിനിടയ്ക്കാണ് അഫാന്റെ ബുള്ളറ്റും കാറും വിറ്റിരുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നത്. അതിന് പിന്നാലെ പുതിയ ബൈക്ക് വാങ്ങി. പാണാവൂരിലെ കോളേജിൽ ബികോം പാതിവഴിയിൽ നിർത്തിയ അഫാന് സുഹൃത്തുക്കളടക്കം കുറവാണ്. അമ്മ ഷെമിയുടെ നാടായ പെരുമലയിൽ സ്ഥലം വാങ്ങി 10 വർഷം മുമ്പാണ് കുടുംബം വീട് വെച്ചത്. കൊലപാതകങ്ങൾക്കിടയിലും പിതൃമാതാവിന്റെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ 40,000 രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചത്. ഇവരുടെ കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. പ്രതി അഫാന്റെയും ഷെമിയുടെയും ഫോണിലെ ടാബിലെയും വിവരങ്ങൾ ശേഖരിക്കാനാണ് സൈബർ പോലീസ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ചുറ്റിക ഉപയോഗിച്ച് തലയോട്ടി അടിച്ചു തകർത്തുള്ള ആസൂത്രണ കൊലപാതകങ്ങൾ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കിയതാണോ എന്നും അറിയേണ്ടതുണ്ട്. ഇന്റർനെറ്റിലെ സെർച്ച് വിവരങ്ങൾ നൽകാൻ ഗൂഗിളിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ലഭ്യമാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. അഫാന്റെ ഫോണിൽ നിന്ന് സംശയത്തിന് ആസ്പദമായി മറ്റാരെയും വിളിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.